ഹായ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്വാഡ്രാറ്റിക് ഫങ്ഷൻസും അതിൻ്റെ റെപ്രസെൻറ്റേഷനുമാണ്, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും. ഓക്കെ, അപ്പോൾ ആദ്യം ക്വാഡ്രാറ്റിക് ഫംഗ്ഷനെ എത്ര രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് പറയാൻ പോവാണ്. ഒന്നാമത്തെ ഫോമാണ് സ്റ്റാൻഡേർഡ് ഫോം, രണ്ടാമത്തത് ഫാക്ടേർഡ് ഫോം, മൂന്ന് വെർട്ടെക്സ് ഫോം. നമ്മളിതിനകത്ത് ആദ്യം പഠിക്കാൻ പോകുന്ന വെർട്ടെക്സ് ഫോമാണ്, എന്നിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഫോമും ഫാക്ടേർഡ് ഫോമും പഠിക്കാം. അപ്പോൾ ആദ്യം എന്താണ് വെർട്ടെക്സ് ഫോം എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് എക്സ് ആക്സ് ആണ്, സോറി അത് വൈ ആക്സ് ആണ്, ഇത് എക്സ് ആക്സ് ആണ്, ഇത് എക്സ്, ഇത് വൈ ആക്സുകളാണ്. ഓക്കെ, ഇത് വൈ ഡാഷും ഇത് എക്സ് ഡാഷും, നെഗറ്റീവ് ആക്സസ്. ഓക്കെ, ഇത് ഒറിജിൻ. അപ്പോൾ എപ്പോഴും ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിൻ്റെ അല്ലെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത് അത് യു ഷേപ്ഡ് ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ യു ഷേപ്ഡ് എങ്ങനെയൊക്കെ വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയും ഗ്രാഫിൻ്റെ ഷേപ്പ് വരാം, ഇങ്ങനെയും ഗ്രാഫിൻ്റെ ഷേപ്പ് വരാം, ഈ രണ്ട് രീതിയിലും വരാം. ഓക്കെ, ഇനി ചില സാഹചര്യങ്ങളിൽ ഇത് ഈ എക്സ് ആക്സിസിനെ എന്ത് ചെയ്യും, രണ്ട് പോയിന്റിൽ ഇങ്ങനെ കട്ട് ചെയ്തു പോകും. ഈ ഒരു പോയിന്റിലും എക്സ് ആക്സിനെ കട്ട് ചെയ്തു പോകും. തിരിച്ചാണെങ്കിലും അങ്ങനെ. ഓക്കെ, ഇങ്ങനെ കട്ട് ചെയ്ത് പോകാറുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഇത് എക്സ് ആക്സിനെ വൈ ആക്സിനെ കട്ട് ചെയ്യാറില്ല. ഇപ്പോൾ ഇങ്ങനെ വരുന്നൊരു ഗ്രാഫ്, ഇത് എക്സ് ആക്സിനെ കട്ട് ചെയ്യാറില്ല, പക്ഷേ ഇതെവിടെയോ വൈ ആക്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നുണ്ട്, വൈ ആക്സിനെ കട്ട് ചെയ്യും. അതുപോലെ തന്നെ ഇവിടെ തിരിച്ചു വരുന്ന ഗ്രാഫും ഇതും എക്സ് ആക്സിനെ കട്ട് ചെയ്യുന്നില്ല, പക്ഷേ വൈ ആക്സിനെ കട്ട് ചെയ്യാറുണ്ട്. ഇനി നമ്മളിങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ചില ഗ്രാഫുകൾ ഇങ്ങനെ എക്സിൽ ടാൻജൻ്റ് ആയിട്ട് പോകാറുണ്ട്. അതുകൊണ്ട് ഈ ഒരു പോയിൻ്റ് അവിടെ ഉണ്ടാവാറുള്ളൂ, രണ്ട് പോയിൻ്റ് ഉണ്ടാവാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഗ്രാഫ് വരാം, ഇങ്ങനെയൊക്കെ എന്ത് വരാം, ഗ്രാഫ് വരാം. ഇതിനെയൊക്കെ പറ്റി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പോൾ എന്താണ് വെർട്ടെക്സ് ഫോം എന്ന് നമുക്ക് നോക്കാം. വെർട്ടെക്സ് ഫോം എന്നുള്ള അതിൻ്റെ പേര് തന്നെയുണ്ട്, വെർട്ടെക്സ്. ഓക്കെ, ഇതാണ്ട് ഏതൊരു ഗ്രാഫിനകത്ത്, ഇപ്പോൾ ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ച്, ഈ ഒരു ഗ്രാഫിനകത്ത് ഈ പീക്ക് പോയിന്റിനെ പറയുന്ന പേരാണ് എന്ത്, വെർട്ടെക്സ്. ഇതിനെ പറയുന്നവരാണ് വെർട്ടെക്സ്. ഇതൊരു പരാബോളിക് ഷേപ്പ് നമ്മളിന് പറയുന്നത്, പരാബോളിക് ഷേപ്പ്. ഓക്കെ, അപ്പോൾ ഇതൊരു വെർട്ടെക്സ് ആണ്. എന്താണ് വെർട്ടെക്സ്? ഇതിൻ്റെ വെർട്ടെക്സ് ആണ്. ഇവിടെ വരുമ്പോൾ ഇതായിരിക്കും വെർട്ടെക്സ്. ഓക്കെ, ഈ വെർട്ടെക്സ് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ടുള്ള ഫോമുകളാണ് വെർട്ടെക്സ് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. y ഈസ് ഈക്വൽ ടു a ഇൻറ്റു എക്സ് മൈനസ് എച്ച് ദ ഹോൾ സ്ക്വയർ പ്ലസ് കെ. ഇതിനകത്ത് ഈ എയും അതുപോലെ തന്നെ എച്ചും ഈ കെയും എന്താണ്, അത് മൂന്ന് നമ്പേഴ്സ് ആയിരിക്കും. ഇവ മൂന്ന് നമ്പേഴ്സ് ആയിരിക്കും. ബാക്കി രണ്ട് ആൾക്കാർ വൈയും എക്സും അതുപോലെ കിടക്കും ഈ ഫോമിനകത്ത് വരുമ്പോൾ. ഓക്കെ, ഇവർ മൂന്നുപേരും നമ്പേഴ്സ് ആയിരിക്കും. ഇനി എച്ച് കോമ കെ എന്ന് പറയുന്നതാണ് എന്ത്, വെർട്ടെക്സ്. എച്ച് കോമ കെനെ എന്തെന്ന് പറയുന്നത്, വെർട്ടെക്സ്. ഓക്കെ, അപ്പോൾ ഇനി വേറൊരു കാര്യം പറയുന്നത് വെച്ചാൽ ഈ എയുടെ വില എന്ന് പറയുന്നത്, എയുടെ വില 0 കൂടുതലാണെങ്കിൽ, ദാറ്റ് ഈസ് പോസിറ്റീവ് ആണെങ്കിൽ ക്വാഡ്രാറ്റിക് ഓപ്പൺസ് അപ്പ്. ഈ ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ മുകളിലോട്ടിരിക്കും. ഓക്കെ, ഇനി എ എന്ന് പറയുന്നത് 0 ചെറുതാണെങ്കിൽ, അതായത് എ നെഗറ്റീവ് ആണെങ്കിൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ഓപ്പൺസ് ഡൗൺ, താഴേക്കായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇൻട്രഡക്ഷനായിട്ട് പറയാനുള്ളത്. നമുക്ക് കണക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് പറയാം, നോക്കിക്കോളൂ. ഓക്കെ, ഈ ഒരു ഗ്രാഫ് ശ്രദ്ധിച്ചേ. ഈ ഗ്രാഫ് കണ്ടോ, ഗ്രാഫിനകത്ത് ദാ ഇങ്ങനെയാണ് ഈ ഗ്രാഫ് കടന്നു പോയിട്ടുള്ളത്. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, ഞാൻ ഒന്ന് വരച്ച് കാണിച്ചു എന്നേ ഉള്ളൂ, ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഓരോരോ ക്വസ്റ്റ്യനും നമ്മൾ ആൻസർ ചെയ്യണം. ഓക്കെ, ദ കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടെക്സ്, നമ്മൾ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തിരിക്കുന്ന പോയിന്റ് ഞാൻ റെഡ് കളറിൽ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഈ പോയിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. സിമ്പിൾ ടാസ്ക്കാണ്. ആ പോയിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ അവിടെ നിന്ന് നമ്മൾ ആരിലേക്കും, എക്സിലേക്കും, അവിടെ നിന്ന് നമ്മൾ ആരിലേക്കും, വൈയിലേക്കും വരയ്ക്കുക. അത്രയേ ഉള്ളൂ പണി. അവിടെ നിന്ന് എക്സിലേക്കും വരയ്ക്കുക, അവിടെ നിന്ന് വൈയിലേക്കും വരയ്ക്കുക. എക്സിൽ എത്ര കിട്ടി, -3, വൈയിൽ എത്ര കിട്ടി, 4. ഇതാണ് എന്ത്, കോർഡിനേറ്റ് ഓഫ് ദി വെർട്ടെക്സ്. സിമ്പിൾ പരിപാടിയല്ലേ. ഒന്നും കൂടെ കാണിച്ചു തരാം, എന്താ ചെയ്തതെന്നുള്ള ഒന്നുകൂടെ കാണിച്ചു തരാം. വെർട്ടെക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യേണ്ട. ഈ പീക്ക് പോയിന്റിൽ നിന്നും നേരെ എക്സിലേക്ക് ഒരു വര വരയ്ക്കുക, നേരെ വൈയിലേക്ക് ഒരു വര വരയ്ക്കുക. അപ്പോൾ 2 നമ്പർ കിട്ടും. ആ നമ്പേഴ്സ് ഓർഡേർഡ് പെയറായിട്ട് എഴുതിയാൽ മതി. ആദ്യം എക്സ് എഴുതാവൂ, രണ്ടാമത് വൈ എഴുതാവൂ. അതൊക്കെ അറിയായിരിക്കും, കാര്യം ഇത് കോർഡിനേറ്റ് ജോമെട്രി നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ആദ്യം എക്സും രണ്ടാമത്തെ എന്താണ്, വൈയും. ഇനി അടുത്തത്, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദ എക്സ് ഇൻ്റർസെപ്റ്റ് ഓർ സീറോസ്. എന്താണ് എക്സ് ഇൻ്റർസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ഗ്രാഫ് നമ്മളിങ്ങനെ വരയ്ക്കുമ്പോൾ ഈ ഗ്രാഫ് ചിലപ്പോൾ എന്ത് ചെയ്യാം, എക്സ് ആക്സിനെ 2 പോയിന്റിൽ കട്ട് ചെയ്യാം, അല്ലെങ്കിൽ 1 പോയിന്റിൽ കട്ട് ചെയ്യാം. ഈ കട്ട് ചെയ്യുന്നതിനെ വിളിക്കുന്നവരാണ് എന്ത്, എക്സ് ഇൻ്റർസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നോക്കണ്ട, ജസ്റ്റ് ഇവിടെ നോക്കുക എവിടെയൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. എവിടെയൊക്കെയാണ് കട്ട് ചെയ്തിരിക്കുന്നത്, -5ലും -1ലും. അപ്പോൾ ഇത് നമുക്ക് 2 രീതി റെപ്രസെൻറ്റ് ചെയ്യാം. ഒന്നുകിൽ നമുക്ക് -5,0 എന്നും ആൻഡ് -1,0 എന്നും എന്ത് ചെയ്യാം, റെപ്രസെൻറ്റ് ചെയ്യാം. ഇനി എന്തുകൊണ്ട് 0 വന്നു, y
എക്സ് ആക്സിസിലെ ഒരു പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് 0 ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ രണ്ടിടത്ത് ഞാൻ 0 എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് ഈ കൺഫ്യൂഷൻ വേണ്ട. എക്സ് ആക്സിസിൽ നമ്മളൊരു പോയിൻ്റ് എടുത്താൽ അവിടുത്തെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഓർ അല്ലെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു -5 എന്നും ആൻഡ് വൈ ഈസ് ഈക്വൽ ടു -1 എന്നും എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കോർഡിനേറ്റ്സ് ഓഫ് ദി വെർട്ടെക്സ്. രണ്ടാമത്തെ എന്തായിരുന്നു? എക്സ് ഇൻ്റർസെപ്റ്റ് ഓർ സീറോസ്. ഇത് രണ്ടും നമ്മൾ ചെയ്തു, സിമ്പിളാണ്. അടുത്താണ് ഇക്വേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് സിമെട്രി. ഓക്കെ, പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കുക. എന്താണ് ഈ ആക്സിസ് ഓഫ് സിമെട്രി? ഇതൊന്ന് നോക്കൂ. നമ്മൾ ഈ വെർട്ടെക്സിൽ കൂടെ ഒരു വര ഇങ്ങനെ വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, കണ്ടല്ലോ, ആ വര ഒരു ഇത്തിരി ഇങ്ങോട്ട് മാറിപ്പോയി. ഒന്നുകൂടെ ശ്രമിക്കാം. ഓക്കെ, ട്രൈ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഓക്കെ. അപ്പോൾ ഈ വര ഞാനിങ്ങനെ വരച്ചു, കണ്ടല്ലോ, ഈ വര കണ്ടല്ലോ. ഈ വരയുടെ ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് നിങ്ങൾ നോക്കുക, ലെഫ്റ്റ് സൈഡിലോട്ട് റൈറ്റ് സൈഡിലോട്ട് നോക്കുക. ഈ ഗ്രാഫ് ഒരേ ഷേപ്പിലല്ലേ ഇരിക്കുന്നത്? ആണോ അല്ലേ? ജസ്റ്റ് നോക്ക്, ഒരേ ഷേപ്പല്ലേ. സിമെട്രി എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇവിടെ ഒരു ഇത് വരച്ചിട്ട് ഇങ്ങനെ ഒരു പടം വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതേപോലെ ഇപ്പുറത്തും വരയ്ക്കുകയാണെങ്കിൽ ഇത് സിമെട്രിക്കലല്ലേ? ഇവിടെ എന്താ ഒരേ ഷേപ്പ്. അതേപോലെ ഈ സിമെട്രി എന്ന് വെച്ചാൽ ഈ വരയാണ് ഈ ഗ്രാഫിനെ രണ്ട് മിറർ ഇമേജുകളാക്കി മാറ്റുന്നത്. അപ്പോൾ ഈ വരയാണ് എന്തെന്ന് പറയുന്നത്? ആക്സിസ് ഓഫ് സിമെട്രി എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഒന്നുമില്ല, അതിൻ്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. അത് കടന്നു പോയിരിക്കുന്ന പോയിൻ്റ് കണ്ടുപിടിച്ചാൽ മാത്രം മതി. അത് കടന്നു പോയിരിക്കുന്നത് ഇതിലേ കൂടെ എക്സ് ആക്സിസിലെ -3 കൂടെ. സോ അവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു -3. സിമ്പിൾ പരിപാടിയാണ്. ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ആ വെർട്ടെക്സിൽ കൂടെ ഒരു വര നേരെ താഴോട്ട് വരയ്ക്കുക. ആ വര എക്സ് ആക്സിസിൽ എവിടെ മുട്ടുന്നോ എക്സ് ഈസ് ഈക്വൽ ടു ആ വില എത്രയാണോ അതങ്ങ് എഴുതി വയ്ക്കുക. ഓക്കെ അല്ലേ? ഇനി വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചിരിക്കണേ. വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഫോം പഠിക്കും വെർട്ടെക്സിൻ്റെ. അതെന്ന് വെച്ചാൽ a×x−h² k എന്നുള്ളതാണ്. ഈ h, k ആണ് എന്ത്? വെർട്ടെക്സ് എന്ന് പറയുന്നത്. h, k നമ്മളെന്ന് പറയുന്നത് വെർട്ടെക്സ്. ഇനി ആക്സിസ് ഓഫ് സിമെട്രിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഓഫ് ആക്സിസ് ഓഫ് സിമെട്രി ചോദിച്ചാൽ നമ്മൾ ഗ്രാഫൊന്നും വരയ്ക്കാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. എക്സ് ഈസ് ഈക്വൽ ടു എച്ച് എന്നങ്ങ് എഴുതിയാൽ മതി. അത്രയേ ഉള്ളൂ. എക്സ് ഈസ് ഈക്വൽ ടു എച്ച്, അതായിരിക്കും ആക്സിസ് ഓഫ് സിമെട്രിയുടെ ഇക്വേഷൻ. എക്സ് ഈസ് ഈക്വൽ ടു എച്ച്. ഞാൻ ഈ പറയുന്ന പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഇക്വേഷൻ ഓഫ് ദി ആക്സിസ് ഓഫ് സിമെട്രി കണ്ടുപിടിക്കാൻ നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട. എക്സ് ഈസ് ഈക്വൽ ടു എച്ച് എന്നങ്ങ് എഴുതി വെച്ചാൽ മതി. എച്ച് എന്താണെന്നുള്ളത് വെർട്ടെക്സിൽ നിന്ന് കിട്ടും. വെർട്ടെക്സ് എന്താണെന്നുള്ളത് ഈ ഫോമിനകത്ത് നിന്ന് കിട്ടും. ഓക്കെ, അതേപോലത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ചെയ്തു? 3 ക്വസ്റ്റ്യൻ ചെയ്തു. അടുത്ത ക്വസ്റ്റ്യനാണ് ദ വൈ ഇൻ്റർസെപ്റ്റ്. വൈ ഇൻ്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഗ്രാഫ് വൈയിൽ എവിടെ മുട്ടുന്നു എന്ന് നോക്കിയാൽ ഇതാണ് വൈ ആക്സിസ്. ഈ കൊടുത്തിരിക്കുന്നതാണ് എന്ത്? വൈ ആക്സിസ്. ഈ വൈ ആക്സിസിൽ ഈ ഗ്രാഫ് എവിടെയാണ് മുട്ടുന്നത്? -5. സോ നമുക്ക് എന്തെന്ന് എഴുതാം ഇതിനെ? -5,0 ഓർ വൈ ഈസ് ഈക്വൽ ടു -5 ഇങ്ങനെ എഴുതാം. എന്തുകൊണ്ടാണ് -5,0 എന്ന് എഴുതിയെന്ന് മനസ്സിലാവുന്നുണ്ടോ? വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നു. ഇങ്ങനെയല്ല, തിരിച്ച് ഇവിടുത്തെ വൈ ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത് 0,-5. ഓക്കെ, വൈ ആക്സിസിൽ എക്സ് എന്താണ്? 0 ആണ്. ഓർ നേരത്തെ എഴുതിയ കറക്റ്റാണ്. വൈ ഈസ് ഈക്വൽ ടു -5 കറക്റ്റാണ്. വൈ ഈസ് ഈക്വൽ ടു -5 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി ദ ഡൊമൈൻ എപ്പോഴും നിങ്ങളിനി ഏത് കണക്ക് ചെയ്താലും അതിൻ്റെ അതിൻ്റെ ഗ്രാഫ് റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ആ ഒരു ക്വാഡ്രാറ്റിക് ഫംഗ്ഷൻ റെസ്ട്രിക്റ്റഡ് അല്ലെങ്കിൽ ഏതെങ്കിലും എക്സ് വാല്യൂസിൽ റെസ്ട്രിക്റ്റഡ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡൊമൈൻ ഓൾ റിയൽ നമ്പേഴ്സ് എന്നായിരിക്കും. അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഓൾ റിയൽ നമ്പേഴ്സ്, എല്ലാ റിയൽ നമ്പേഴ്സും വരും. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി റേഞ്ച് എന്ന് പറയുന്നത് ഞാൻ ശ്രദ്ധിച്ച് കേൾക്കുക. റേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങോട്ട് വെക്കും. റേഞ്ച് ഞാൻ പറഞ്ഞുതരാം. കുറച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാം. ഇങ്ങോട്ട് വെക്കും. ഈ വര കണ്ടോ? ഈ വര എവിടെയാണ് തുടങ്ങുന്നത്? 4-ലാണ് തുടങ്ങുന്നത്, ശരിയല്ലേ? 4-ൽ നിന്ന് ഈ വര എങ്ങോട്ടാണ് പോകുന്നത്? താഴോട്ടാണ് പോകുന്നത്. അപ്പോൾ മുകളിലോട്ട് പോകുന്നില്ലേ നിങ്ങൾ ചോദിക്കരുത്. കാര്യം നമ്മുടെ ഗ്രാഫ് ഓപ്പൺസ് ഡൗൺവേർഡാണ്, താഴേക്കാണ് തുറന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ താഴേക്കാണ് പോകുന്നത്. ഈ ഗ്രാഫിന് നീണ്ടു പോയാലും ഇങ്ങോട്ടേ പോകുന്നുള്ളൂ. മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 4-ൽ നിന്ന് പിന്നെ 3-ലേക്ക്, 3-ൽ നിന്ന് 2-ലേക്ക്, 2-ൽ നിന്ന് 1-ലേക്ക്, 1-ൽ നിന്ന് 0-ലേക്ക്, 0-ൽ നിന്ന് -1-ലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വൈ ആണ്. വൈ <= 4 ആണ്. വൈ എന്ന് പറയുന്നത് 4 അതിൽ കുറവോ ആയിരിക്കണം. വൈ എന്ന് പറയുന്നത് അതാണ് റേഞ്ച്. വൈ എന്ന് പറയുന്നത് 4 അതിൽ കുറവായിരിക്കണം. ഇത് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം.
ഓക്കെ, ഇത് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് പറയാം, നോക്കിക്കോ. ഇത് വേറെ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ ഒരു ഓപ്പൺ ബ്രാക്കറ്റ് കൊടുക്കുക, ഇവിടെ ഒരു -∞ കൊടുക്കുക. അതായത് എല്ലാ നെഗറ്റീവ് നമ്പേഴ്സും ഇതിൽ വരും. ഇവിടെ 4 കൊടുക്കുക, ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കുക. എന്തുകൊണ്ടാണ് ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 അതിൽ ഉൾപ്പെടുന്നത് കൊണ്ടാണ്. 4 അവിടെ വരത്തില്ലെങ്കിൽ നമുക്ക് അവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് കൊടുക്കാൻ പറ്റത്തില്ല. 4 അവിടെ വരും, 4 തൊട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ടാണ് 4ന് ക്ലോസ്ഡ് ബ്രാക്കറ്റ് ഇട്ടതും. ഇൻഫിനിറ്റിക്ക് എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ഇടാൻ പറ്റും, കാര്യം ഇൻഫിനിറ്റി എവിടെ അവസാനിക്കുന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഓപ്പൺ ബ്രാക്കറ്റും, അതായത് 4ന് താഴോട്ടുള്ള എല്ലാ വിലകളും. 4ന് താഴോട്ട് എല്ലാ വിലകളും എന്ന് പറഞ്ഞാൽ 4 കഴിഞ്ഞ് 3 ഉണ്ട്, 2 ഉണ്ട്, 1 ഉണ്ട്, 0 ഉണ്ട്, മൈനസ് നമ്പേഴ്സ് ഫുള്ളുണ്ട്. പിടികിട്ടിയില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ -∞ to 4 എന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡൊമൈനും റേഞ്ചും ഓക്കെ ആയി. ഇനി പറയാനുള്ളതാണ് ദ മിനിമം ഓർ മാക്സിമം വാല്യൂ. നോക്കൂ, ഇപ്പോൾ ഈ ഗ്രാഫ് ഡൗൺവേർഡ് ഓപ്പൺസ് ആണ്, അതുകൊണ്ട് ഇതിന് മാക്സിമം വാല്യൂ ഉണ്ടാകും. ഓക്കെ, ഒരു ഗ്രാഫ് ഡൗൺവേർഡ് ഓപ്പൺസ് ആണെങ്കിൽ അതിന് മാക്സിമം വാല്യൂ ആണ് ഉണ്ടാവുക. ഒരു ഗ്രാഫ് അപ്വേർഡ് ഓപ്പൺസ് ആണെന്നുണ്ടെങ്കിൽ, തിരിഞ്ഞുപോയി, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക, ഒന്നുകൂടെ പറയാം കേട്ടിരുന്നേ. ഒരു ഗ്രാഫ് ഡൗൺവേർഡ് ഓപ്പൺസ് ആണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഇതാണ് മാക്സിമം വാല്യൂ. ഇനി ഒരു ഗ്രാഫ് അപ്വേർഡ് ഓപ്പൺസ് ആണെങ്കിൽ അതിനൊരു മിനിമം വാല്യൂ ആയിരിക്കും ഉണ്ടാകുന്നത്. ഓക്കെ, ഡൗൺവേർഡ് ഓപ്പൺസ് ആണെങ്കിൽ മാക്സിമവും, അപ്വേർഡ് ഓപ്പൺസ് ആണെങ്കിൽ മിനിമവും. അപ്പോൾ ഈ ഗ്രാഫ് ഡൗൺവേർഡ് ഓപ്പൺസ് അല്ലേ, താഴോട്ടല്ലേ തുറന്നിരിക്കുക. അപ്പോൾ ഇതിൻ്റെ വാല്യൂ മാക്സിമം വാല്യൂ ആണ്, മാക്സിമം. അപ്പോൾ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആണ്. 4 ആണല്ലോ, ഇതിന് നേരെ വരുന്നത് നമ്പർ എത്രയാണെന്ന് നോക്കിയാൽ മതി, 4. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് 4 ആണ്. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കണ്ടുപിടിക്കുന്നത് മാക്സിമം വാല്യൂ കെയ്ക്ക് ഈക്വൽ ആയിരിക്കും, അത്രേ ഉള്ളൂ. മാക്സിമം വാല്യൂ എന്ന് പറയുന്നത് കെ ആയിരിക്കും എന്ന് ഓർത്ത് വെക്കുക. മാക്സിമം വാല്യൂ എന്തായിരിക്കും? കെ ആയിരിക്കും, അല്ലെങ്കിൽ മിനിമം വാല്യൂയും കെ ആയിരിക്കും. മാക്സിമം വാല്യൂയും കെ ആയിരിക്കും, മിനിമം വാല്യൂ എന്തായിരിക്കും? കെ ആയിരിക്കും. പക്ഷേ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, എന്താണ്? മാക്സിമം വാല്യൂയും മിനിമം വാല്യൂയും വരുന്നത് ഈ ഗ്രാഫിൻ്റെ ഷേപ്പ് നോക്കിയിട്ടാണ്, മുകളിലോട്ടാണോ താഴോട്ടാണോ എന്നുള്ള ഷേപ്പ് നോക്കിയിട്ടാണ് നമ്മൾ മാക്സിമം മിനിമം എന്ത് ചെയ്യുന്നത്, കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇനി പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഓക്കെ, നോക്കിക്കോളൂ, നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. നോക്കാം. പരാബോളയുടെ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഫോം എന്താണ്? y = a × x - h² + k. ഇതിനകത്ത് വാല്യൂ കൊടുത്താൽ മതി. എങ്ങനെ കൊടുക്കുക? ഇതിനകത്ത് എങ്ങനെ കൊടുക്കാൻ പറ്റും നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് h ഉം k യും കൊടുക്കുക. അപ്പോൾ y = a × x - h. ഈ വെർട്ടെക്സ് നോക്കുക, വെർട്ടെക്സ് എന്താ? -3,4 അല്ലേ? -3,4 ആണ് വെർട്ടെക്സ്. അപ്പോൾ ഇവിടെ h ഇതെന്തുവാ? k. അപ്പോൾ h എന്ന് പറയുന്നത് എന്തുവാ? -3 ആണ്. സോ ബ്രാക്കറ്റിൽ എന്ത് കൊടുക്കുക? -3 + k എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4. ഓക്കെ, അപ്പോൾ y = a × x + 3. എന്തുകൊണ്ട് പ്ലസ് വന്നു? 2 മൈനസ് വന്നതുകൊണ്ട്. എന്തുകൊണ്ട് 2 മൈനസ് വന്നു? ഒരു മൈനസ് ഈ ഇക്വേഷൻ്റെ മൈനസ്. ഇനി h എന്ന് പറയുന്നത് എന്തുവാ? -3. അതുകൊണ്ടാണ് ഇവിടെ 2 മൈനസ് വന്നത്. എന്തുവാ? 4. ഓക്കെ, തീർന്നില്ല. ഈ a കണ്ടുപിടിക്കണം നമ്മൾ. a എത്രയാണെന്ന് കണ്ടുപിടിക്കണം, എങ്കിൽ മാത്രമേ ഈ ഇക്വേഷൻ കംപ്ലീറ്റ് ആവുന്നുള്ളൂ. അപ്പോൾ a എത്രയാണെന്ന് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കാം. നോക്കിയിരിക്കാം. a എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ്ട് ഈ ഒരു ഇക്വേഷൻ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച ഇക്വേഷൻ കൊണ്ട് മാറ്റി എഴുതി. ഇനി നേരെ ഗ്രാഫിലേക്ക് പോയിട്ട് ഈ ഗ്രാഫ് തട്ടിയിരിക്കുന്ന ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുക്കാം. ഇതാണ്ട് ഇപ്പോൾ നമുക്ക് -1,0 ഈ ഗ്രാഫ് കടന്നു പോയിട്ടുള്ള ഒരു പോയിൻ്റ് അല്ലേ -1,0. അപ്പോൾ -1,0 എന്നുള്ളത് -1 എന്ന് പറയുന്നത് x ആണ്, y എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അത് ഇട്ട് കൊടുക്കുക. ഇതിനകത്ത് ഈ വാല്യൂസ് എക്സിനും വൈക്കും പകരം ഈ 2 വാല്യൂസ് ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ 0 വൈക്ക് വരാൻ 0 ഇട്ട് കൊടുക്കുക. 0 = a × -1 + 3 + 4. ഓക്കെ, അപ്പോൾ 0 = a × -1 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 + 4. ഓക്കെ, അപ്പോൾ 0 = a × 4 + 4. അപ്പോൾ 0 = 4a + 4. ഓക്കെ, തീർന്നില്ല. ഇനി നമുക്കിത് തിരിച്ചെഴുതാം. 4a + 4 = 0 എന്ന് എഴുതാം. എന്നിട്ട് 4a = +4 ഇപ്പുറം പോകുമ്പോൾ എന്താവും? -4. 4 × a ആണല്ലോ 4a = -4. ദാറ്റ് ഈസ് a = -4/4. a എന്ത് വരും? -1. എയുടെ വാല്യൂ എന്ത് കിട്ടി? -1. ഓക്കെ, ഇനി നമ്മൾ ഈ ഇക്വേഷനെ റീറൈറ്റ് ചെയ്താൽ മതി. ഓക്കെ, നോക്കാം. അപ്പോൾ ആ ഇക്വേഷൻ എടുത്ത് എഴുതാം നമുക്ക്. y = a × x + 3 + 4. ഓക്കെ, അപ്പോൾ y = എക്ക് വരെ -1 കൊടുക്കുക. -1 × x + 3 + 4. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആൻസർ. ഈ കൊടുത്തിരിക്കുന്നതാണ് ആൻസർ. ഇതാണ് ഇക്വേഷൻ. ഇത്രയും പണിയെടുത്തെങ്കിൽ മാത്രമേ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് പറ്റൂ. അത്ര ഈസി ടാസ്ക് അല്ല. കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ശ്രദ്ധിക്കുക, മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ചെയ്യാൻ ശ്രമിക്കുക. വേറെ ക്വസ്റ്റ്യൻസ് ഇതിൻ്റെ ചെയ്യാം.
ഓക്കെ, ഇത് ആദ്യം നോക്കുക, ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുക. എൻ്റെ ഡൗട്ട് നിങ്ങൾ ചോദിക്കുക. ഓക്കെ.